ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികളായ 4 പേരെ റെമിഷൻ നൽകി വിട്ടുകൊടുക്കാൻ, ജയിൽ മോചിതനാക്കാൻ കണ്ണൂർ ജയിലിലെ സൂപ്രണ്ടിൻ്റെ ചാർജ് വഹിക്കുന്ന ശ്രീജിത്ത് എന്ന ഉദ്യോഗസ്ഥനും അസിസ്റ്റന്റ് സൂപ്രണ്ടായ BG അരുണും അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറായ രഘുനാഥും തയ്യാറാക്കിയ റിപ്പോർട്ട് ഗവൺമെന്റിലേക്ക് അയച്ചു. ഇതിനെ സംബന്ധിക്കുന്ന ചില വേരിഫിക്കേഷൻ കൊളവല്ലൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ KK രമയെ ബന്ധപ്പെട്ട് നടത്തി. ഇതോടുകൂടി പ്രശ്നം വിവാദമായി. ഹൈക്കോടതി ഈ TP ചന്ദ്രശേഖരൻ്റെ കൊലക്കേസിലെ പ്രതികളെ അപ്പീൽ കേസിൽ ഡിവിഷൻ ബെഞ്ച് 26 പേരെയും വിളിച്ചു വരുത്തി. 12 പേർക്കായിരുന്നു ശിക്ഷയില്ലാതെ പോയ 14 പേർ ചേർത്ത് പ്രതികളായ 26 പേരെയും ഹൈക്കോടതി വിളിച്ചു വരുത്തി. അത് അവരുടെ ശിക്ഷ കൂടുതൽ എൻഹാൻസ്ഡ് ശിക്ഷ കൊടുക്കുന്നതിനെ പറ്റി അവരുടെ അടുത്ത് നേരിട്ട് ചോദിച്ചു. ഏതായാലും ആ ശിക്ഷ ഹൈക്കോടതി കഴിഞ്ഞ ഫെബ്രുവരി 2024 11 പേർക്ക് ഇരട്ട ജീവപര്യന്തവും ഒരാൾക്ക് തെളിവ് നശിപ്പിച്ചതിന് 3 വർഷത്തെ ശിക്ഷയും ശരിവെക്കുകയുണ്ടായി. അതിൽപ്പെട്ട കൊലക്കേസ് കൂലിക്കെടുത്തവരായ 3 പ്രതികൾ അവരെ സംഘടിപ്പിച്ചു എന്ന് കരുതുന്ന അവിടുത്തെ ഏരിയ സെക്രട്ടറി ട്രൗസർ മനോജിനെയും റെമിഷൻ നൽകി വിട്ടയക്കാനുള്ള ലിസ്റ്റിനകത്ത് കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന്റെ ചാർജ് വഹിക്കുന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് വിവാദമായത്. ആ 4 പേരെ ഒഴിച്ച് ആ കേസിൽ ബാക്കി 8 പേര് അല്ലെങ്കിൽ 7 പേര് കൂടെ ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് റെമിഷൻ ഇല്ല. കൂലിക്കെടുത്ത് TP ചന്ദ്രശേഖരനെ കൊല്ലാനായിട്ട് വാടകയ്ക്കെടുത്ത കൊലയാളികളെയാണ് റെമിഷൻ നൽകാനായിട്ട് ജയിൽ സൂപ്രണ്ടും സംഘവും തയ്യാറാക്കിയ ലിസ്റ്റിലുള്ളത്. ആദ്യം കൊടുത്ത ലിസ്റ്റിൽ അനർഹർ കയറിയെന്ന് കരുതി അഡീഷണൽ ചീഫ് സെക്രട്ടറി അത് മടക്കിയിരുന്നു. അർഹരായവരെ ലിസ്റ്റ് തയ്യാറാക്കാൻ പറഞ്ഞപ്പോൾ ആ ലിസ്റ്റിലിട്ട് കുറേ പേരെ ഒഴിവാക്കി 158 പേരെയും ആ കൂടെ TP ചന്ദ്രശേഖരൻ കൊലക്കേസിലെ ഇരട്ട ജീവപര്യന്തം അനുഭവിക്കുന്ന 4 പേരെയും ഉൾപ്പെടുത്തി ഒരു റിപ്പോർട്ട് കൊടുത്തതാണ് വിവാദമായത്. മാറാട് സംഭവം കേരളത്തെ ഞെട്ടിച്ച സംഭവം. മാറാട് എന്നോടനുബന്ധിച്ച് അല്ലെങ്കിൽ മാറാട് കോടതിയിൽ വന്ന ഈ കേസ് കേരളത്തെ ഞെട്ടിച്ച സംഭവമാണ്. 2012 ജനുവരി 4 TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയത്. ഓഞ്ചിയത്തെ പ്രാദേശിക നേതാവും ആ ഓഞ്ചിയത്തെ അവിടെയുള്ള അസംബ്ലിയിലും പാർലമെന്റിലും ഒക്കെ CPMന് TP ചന്ദ്രശേഖരന്റെ പ്രവർത്തനം മൂലം പിന്നോട്ട് പോകേണ്ടി വന്നു. TPയെ അങ്ങനെയാണ് കൊലപ്പെടുത്തുന്നത്. വാടകയ്ക്ക് കൊലയാളികളെ സംഘടിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. TP രാത്രിയിൽ 2 വീലറിൽ പോയപ്പം പിന്നാലെ പോയി ബോംബെറിഞ്ഞ് TPയെ താഴെ വീഴ്ത്തി. അതിനുശേഷം മരണം വരെ വെട്ടി. 51 വെട്ടാണ് വെട്ടിയത്. ഏതായാലും ആ വാടക കൊലയാളികളെ 4 പേരെ സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വർഷത്തിലെ തടവുകാർക്ക് റെമിഷൻ ഇളവ് കൊടുക്കാനുള്ള ലിസ്റ്റിനകത്ത് കയറ്റിവിട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് വലിയ ഒച്ചപ്പാടായി. അസംബ്ലിയിൽ ഇത് പ്രതിപക്ഷം ഉന്നയിച്ചു, KK രമ ഉന്നയിച്ചു. പ്രശ്നം വഷളാകുന്ന കണ്ടപ്പം ഗവൺമെൻറ് ആ 3 ഉദ്യോഗസ്ഥരെ കണ്ണൂരിലെ
ജയിൽ സൂപ്രണ്ട് ചാർജ് വഹിക്കുന്ന ശ്രീജിത്തിനെയും അസിസ്റ്റന്റ് സൂപ്രണ്ടിനെ അരുണിനെയും അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ രഘുനാഥിനെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. എന്തായാലും അവരെന്തുകൊണ്ടാണ് ഈ 4 പ്രതികളെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയെന്ന് വ്യക്തതയില്ല. പക്ഷെ ഹൈക്കോടതി ഇവരെ ഇരട്ട ജീവപര്യന്തം 20 വർഷം തടവ് കഴിഞ്ഞ് മാത്രമേ റെമിഷൻ കൊടുക്കാവുള്ളൂ എന്ന് പറഞ്ഞ് ആ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് നിലനിൽക്കുകയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഗവൺമെന്റ് ഇപ്പം കൈ കഴുകിയിട്ടുണ്ട്. ഗവൺമെന്റ് പറഞ്ഞിട്ടാണോ ലിസ്റ്റ് തയ്യാറാക്കിയെന്ന് അറിയില്ല. എങ്കിലും അവിടുത്തെ സൂപ്രണ്ട് സ്വന്തമായിട്ട് തയ്യാറാക്കിയതോ എന്നും അറിയില്ല. അവിടുത്തെ ജയിൽ ഡി ജി പി പറഞ്ഞിട്ട് തയ്യാറാക്കിയാണോ എന്നും വ്യക്തതയില്ല. ഈ പാപഭാരം ഇവർ ചുമന്നേ പറ്റുള്ളൂ. കാരണം അവരാണ് അത് തയ്യാറാക്കി ലിസ്റ്റ് കൊടുത്തതും ആ ലിസ്റ്റ് ഒപ്പിട്ടതും. ഹൈക്കോടതിയിലെ ഈ ജഡ്ജ്മെന്റിന്റെ വിവരം ഇവരറിയാതെ പോയതാണോ അതോ മനഃപൂർവ്വം അത് മറച്ചുവെച്ച് ഇവർ ലിസ്റ്റിനകത്ത് ഈ 4 പേരെ കയറ്റിവിട്ടതാണോ അത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, കോടതി ശിക്ഷിച്ചു വിടുന്ന ആൾക്കാർക്ക് തടവ് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് കോടതിയിൽ നിന്ന് പ്രതികളെ കൊണ്ടുവന്ന പോലീസുകാരുടെ അടുത്ത് അവർക്ക് ജയിലിൽ പാർപ്പിക്കാനുള്ള വാറണ്ട് കൂടെ കൊടുത്താണ് വിടുന്നത്. ആ കേസിലെ ജഡ്ജ്മെന്റിന്റെ കോപ്പി ജയിൽ അധികൃതർക്ക് ലഭിക്കാറില്ല. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. എൻ്റെ കാലഘട്ടം നമുക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരു ജയിലിൽ ചെന്നാലും ഇവരെന്ത് കുറ്റത്തിനാണ് ഒരു ജനറൽ ഐഡിയ അല്ലാതെ എന്താണ് സംഭവിച്ചത്, എന്നാണ് ഈ സംഭവം എന്നൊന്നും അറിയാൻ കഴിയില്ല. പല സന്ദർഭത്തിലും എനിക്കത് പറ്റിയിട്ടുണ്ട്. ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ ആ കേസിൻ്റെ നമ്പരും പോലീസ് സ്റ്റേഷൻ്റെ നമ്പരും കോടതിയുടെ നമ്പരും ശിക്ഷാ വിവരങ്ങളും മാത്രമാണ് അവരുടെ ബുക്കുകളിൽ എൻട്രി ചെയ്തു പോകുന്നത്. ഇതൊരു തീർച്ചയായിട്ടും ഒരു പാളിച്ചതായിട്ട് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഈ 4 പേരെ ധൈര്യസമേതം ഈ ജീവനക്കാർ റെമിഷനകത്ത് കയറ്റിവിട്ടത് ഹൈക്കോടതിയിലെ ജഡ്ജ്മെന്റ് എന്താണെന്ന് അവർ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അതൊരു ഡോക്യുമെന്ററി എവിഡൻസ് അല്ലേ. ജഡ്ജ്മെന്റ് കയ്യിലുണ്ടെങ്കിൽ അവർക്ക് വായിച്ചു നോക്കാം. പക്ഷേ ജഡ്ജ്മെന്റ് സാധാരണഗതിയിൽ ജയിലിലേക്ക് ഈ പ്രതികളുടെ ഒപ്പം അവരെ വാറന്റിൻ്റെ ഒപ്പം കൊടുക്കാറില്ല. കാരണം ശിക്ഷിച്ചു വിടുന്ന അന്ന് തന്നെ ജയിലിൽ പാർപ്പിക്കും. അത് സെൻട്രൽ ജയിലിലായിരിക്കും. കാരണം 7, 8, 10 അല്ല ജീവപര്യന്തോ ശിക്ഷയൊക്കെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് കണ്ണൂർ ജയിലിലോ അങ്ങനെ സെൻട്രൽ ജയിലുകളിൽ ഇവരെ പാർപ്പിക്കും. ഇവിടെ ഈ 4 പേരും ഈ 20 വർഷത്തിനിടയ്ക്ക് ഒരു റെമിഷനും കൊടുക്കാൻ പാടില്ല എന്നുള്ള കോടതിയുടെ ഓർഡർ ഉദ്യോഗസ്ഥന്മാർ കണ്ടിട്ടുണ്ടോ ഇല്ലയോ, അത് ജഡ്ജ്മെന്റ് കിട്ടാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അതാണ് പ്രാക്ടീസ്. അതുകൊണ്ട് ഗവൺമെന്റ് ഈ ശിക്ഷിക്കുന്ന പ്രതികളുടെ ആ ജഡ്ജ്മെന്റിന്റെ കോപ്പി ആ ശിക്ഷ കൊടുത്ത് വാറണ്ട് കൊടുത്ത് വിടുന്ന ദിവസം ചിലപ്പോൾ ലഭ്യമല്ലായിരിക്കാം. ഒരാഴ്ച 2 ആഴ്ചയോ കഴിഞ്ഞായിരിക്കും ലഭിക്കുന്നത്. അത് കൃത്യമായി ആ ജയിലിൽ സൂക്ഷിക്കാൻ ഒരു ഉത്തരവ് ആഭ്യന്തര വകുപ്പ് പുറപ്പെടുവിക്കണമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പല സന്ദർഭങ്ങളിൽ നമ്മൾ പോയി ചോദ്യം ചെയ്യാൻ പോകുന്ന പ്രതികളെ ആ ഒരു കേസിലേക്കായിരിക്കും ചോദ്യം ചെയ്യുന്നെങ്കിലും അയാളുടെ പ്രീവിയസ് ആയിട്ടുള്ള കേസുകൾ ഏതൊക്കെയാണ് ശിക്ഷ അനുഭവിക്കുന്നത് നമുക്കറിയില്ല. അത് ജയിലിൽ അതിനുള്ള റെക്കോർഡില്ല. ഇതൊരു തീർച്ചയായിട്ടും പരിഹരിക്കേണ്ട ഒരു കാര്യമാണ്. ജയിലിലെ എല്ലാ കൺവിക്റ്റുകളും അവരവരെ ശിക്ഷിച്ച ഏത് കോടതി എന്ന് പറയുമെങ്കിലും ആ ജഡ്ജ്മെന്റിന്റെ കോപ്പി ജയിലിൽ അവൈലബിൾ അല്ല. അവിടുത്തെ DGPയും ഇതിന് ഒരു നടപടിയെടുക്കണം. ജയിൽ DGP ആഭ്യന്തര വകുപ്പ് നടപടിയെടുക്കണം. കാരണം ഇങ്ങനെയുള്ള പാളിച്ചകൾ ഭാവിയിൽ ഉണ്ടാകാതെ പോകും. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. കാരണം ഞാനൊക്കെ അത് പല സന്ദർഭത്തിലും അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് ഈ ടൗസർ മനോജിന്റെ കാര്യത്തിൽ അയാളെ റെമിഷൻ കൊടുക്കാനായിട്ട് അർഹതയല്ലെങ്കിലും അത് കൊളവല്ലൂർ പോലീസ് അവരെ ഈ കേസിലെ TP ചന്ദ്രശേഖരൻ്റെ ഭാര്യ KK രമ MLA വിളിച്ച് അയാളെ ഇങ്ങനെ റെമിഷൻ കൊടുക്കുന്നതിന് എന്തെങ്കിലും രീതിയിലുള്ള തടസ്സമുണ്ടോ ഇല്ലയോ എന്ന ചോദ്യം വന്നപ്പോഴാണ് ഇങ്ങനെ ആരും അറിയാതെ രഹസ്യമായി കുറേ പേരെ
റെമിഷൻ കൊടുത്ത് വിടുന്നുമുണ്ട് എന്നുള്ള വാർത്ത വെളിയിലോട്ട് വന്നത്. ഈ CPM-ന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ട്രൗസർ മനോജ്. അയാളുടെ ശിക്ഷാ ഇളവും ഈ വാടകയ്ക്കെടുത്ത ഈ കൊലക്കേസ് പ്രതികളുടെ ഒപ്പം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് 188 പേരുടെ ലിസ്റ്റിനകത്ത് ഈ ജയിൽ സൂപ്രണ്ടും മറ്റും ചേർത്ത് വിട്ടത്. എന്തായാലും വളരെ വിവാദമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി അവരാരും വെളിയിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. ആ 3 പ്രതികൾ ഇപ്പം സുപ്രീം കോടതിയിൽ അവരുടെ ഇരട്ട ജീവപര്യന്തം കുറവ് ചെയ്യുന്നതിന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് വരാൻ സമയമെടുക്കും. അവരുടെ ആ അപ്പീൽ കേൾക്കാനായിട്ട് ചിലപ്പോൾ മാസങ്ങൾ തന്നെ എടുത്തെന്ന് വരും. അതുകൊണ്ട് 75ാം സ്വാതന്ത്ര്യ ദിനത്തിന് അനുബന്ധിച്ച് കൊടുക്കുന്ന ഇളവ് മറ്റു പ്രതികൾക്ക് ലഭിക്കട്ടെ, അനർഹരായവർക്ക് ലഭിക്കാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന.